ബലാത്സംഗ കേസിൽ പ്രതിയായ മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ആവർത്തിച്ചുള്ള തീരുമാനത്തിൻ്റെ പിന്നിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ധാരണ പുറത്താണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപണമുന്നയിക്കുകയാണ്. ഇന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന് അസന്നിഗ്ധമായ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. CPMന് ഇത്തരമൊരു തീരുമാനമെടുക്കാനുള്ള ധൈര്യം ലഭിച്ചത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുണ്ടാക്കിയ രഹസ്യ ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. ഇക്കാര്യത്തിൽ LDFും UDFും പ്രത്യേകിച്ച് CPMും കോൺഗ്രസും തമ്മിൽ ഒരു അന്തർധാര ഉണ്ടായിട്ടുണ്ട്. കാരണം മുകേഷ് MLA സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ അതേസമയം UDFിൻ്റെ കോൺഗ്രസിൻ്റെ 2 MLAമാരും തൽസ്ഥാനം രാജിവെക്കേണ്ടതായിട്ട് വരും. കാരണം മുകേഷ് MLAക്ക് എതിരെ ഏത് രീതിയിൽ ആരോപണമാണോ ഉയർന്നു വന്നിട്ടുള്ളത്, ഏത് കുറ്റകൃത്യമാണോ മുകേഷ് MLAയുടെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ളത്, പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, അതെല്ലാം തന്നെ UDFിൻ്റെ കോൺഗ്രസിൻ്റെ 2 MLAമാർക്കും ബാധകമാണ്. അതുകൊണ്ട് മുകേഷ് MLA സ്ഥാനം രാജിവെച്ചാൽ കോൺഗ്രസിന് 2 MLAമാർക്ക് തൽസ്ഥാനത്ത് തുടരാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഇത്തരമൊരു ധാരണയിലെത്തിയിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് ചില രഹസ്യ ചർച്ചകൾ ഇവർ രണ്ടുപേരും തമ്മിൽ നടത്തിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വിവരം. ദേശീയ തലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള IND സഖ്യത്തിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളാണ് CPMും കോൺഗ്രസും. അതിൽ 2 നേതാക്കന്മാരാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തീരുമാനത്തിൻ്റെ പിന്നിൽ കോൺഗ്രസിൻ്റെയും CPMന്റെയും ദേശീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശമുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാനാണ് ഒരു ഭാഗത്ത് പ്രതിപക്ഷ നേതാവും കോൺഗ്രസും UDFും ശ്രമിക്കുന്നത്. അതേപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളുടെ ജനാധിപത്യ ബോധത്തെയും രാഷ്ട്രീയ ബോധത്തെയും മുഖ്യമന്ത്രിയും CPMും LDFും വെല്ലുവിളിക്കുകയാണ്. ഈ 2 മുന്നണികളെയും 2 പാർട്ടികളെയും മനസ്സിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. നമ്മുടെ ഇന്നലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA നിലമ്പൂർ MLA PV അൻവർ കേരളത്തിലെ പോലീസിനെതിരായിട്ട് വളരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത്. പോലീസിലെ ഏറ്റവും ഉയർന്ന തലത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ തൊട്ട് പല ജില്ലാ പോലീസ് മേധാവികൾക്കുമെതിരായിട്ട് CPMന്റെ MLA ആരോപണം ഉന്നയിക്കുകയുണ്ടായി. ഈ ആരോപണം പുറത്തു വന്നതിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ പോലീസ് അധോലോക സംഘമായിട്ട് അധപ്പതിച്ചിരിക്കുകയാണ്. കേരളത്തിലെ പോലീസ് ഒരു മാഫിയാവൽക്കരിക്കപ്പെട്ട ഒരവസരം മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം ഒരു CPM MLA തന്നെയാണ് ഈ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണമുണ്ട്. അതേപോലെ തന്നെ മോഷണവുമായി ബന്ധപ്പെട്ട ആരോപണമുണ്ട്. മാസപ്പടി വാങ്ങിയതായിട്ടുള്ള ആരോപണവും ഉയർന്നു വന്നിട്ടുണ്ട്. അതുപോലെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. നമ്മുടെ പോലീസ് സേനയിലെ ഒരു വിഭാഗം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് എത്രമാത്രം അധപ്പതിച്ചു, ജീർണിച്ചു, അപജയം സംഭവിച്ചു എന്നുള്ളതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് ഈ PV അൻവറിൻ്റെ പരസ്യമായ ആരോപണത്തിലൂടെ ഇപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ കാരണം ഈ പോലീസിനെ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും
അവർ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം പോലീസിലെ ഒരു വിഭാഗത്തെ ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ പോലീസ് വകുപ്പിനെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും ദുരുപയോഗം ചെയ്യുന്നു. ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പാർട്ടി ഫ്രാക്ഷൻ എന്ന നിലയിലേക്ക് അവരെ ചുരുക്കിക്കൊണ്ടുവന്നിരിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള പണം അനധികൃതമായിട്ട് പിരിക്കുന്നതും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ചുമതലയിലാണ്. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഈ പോലീസിനെ മാഫിയവൽക്കരിച്ചിട്ടുള്ളത്. കേരളത്തിലെ പോലീസ് ഒരു അധോലോക സംഘമായി അധപ്പതിപ്പിച്ചതിൻ്റെ പിന്നിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട്, CPM നേതൃത്വത്തിന് പങ്കുണ്ട് എന്ന് BJP ആരോപിക്കുകയാണ്.